പക്ഷെ എപ്പോഴും ഈ കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റുന്നത് ഗുജറാത്ത് കലാപവും ഗോദ്രാവധവും ഒക്കെയാണ്. അതായത് ഹിന്ദുക്കൾ മുഴുവൻ മുസ്ലിങ്ങളെ കൊല്ലുന്നു, അവരെ അതായത് ഹിന്ദുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിനെ ഉപദ്രവിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ സംഘപരിവാറിനെ പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന രീതി, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമെന്ന് പറയുമ്പോഴും ഇവിടെ വല്ലാത്തൊരു അസ്വസ്ഥത കേരളത്തിൽ ഉണ്ടായതിൻ്റെ കാരണവും ഇതിൻ്റെ സത്യാവസ്ഥ പുതുതലമുറ, വരുന്ന തലമുറ അറിയുമോ എന്നുള്ള ഒരു ഭയം കൂടിയാണ്. അങ്ങനെ ഒരു വിഭജന ഭീതി ദിനം വേണമോ? കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, എന്തിനാണ് ശവത്തിലിട്ട് കുത്തി പിന്നെയും അതിനെ മുറിവേൽപ്പിക്കുന്നത്? അത് മുറിവുകളല്ലേ, സന്തോഷിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും ഇതിനെ പിന്നെ ഒരു നിസ്സാര കാര്യമായാണ് ഈ വിഭജനത്തെ കാണുന്നത്. ഏകദേശം 75,000 ഹിന്ദു സ്ത്രീകൾ കൂട്ടബലാത്സംഗം ചെയ്യപ്പെടുകയും 25 ലക്ഷത്തോളം പേർ മരിക്കുകയും ചെയ്തത് ഇന്ത്യയിലാണ് നടന്നത് എന്നുള്ളതാണ്. ഇവിടെ NCERT ഒരു നിർണായകമായ നീക്കം നടത്തുന്നു. ഇന്ത്യ പാക് വിഭജനം എങ്ങനെയാണ് ഉണ്ടായത്, ഇതിൽ ആരൊക്കെയാണ് മുൻകൈ എടുത്തത്, ആ വിഭജനത്തിൻ്റെ ഫലമായി എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഇന്ത്യക്ക് സംഭവിച്ചത്, ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു സിലബസ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി ഇറക്കുന്നു എന്നുള്ളതാണ് പുതിയ നീക്കം എന്ന് പറയും. ഇതിന് എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് കോൺഗ്രസ്, കാരണം മുഹമ്മദ് അലി ജിന്ന, കോൺഗ്രസ്, മൗണ്ട് ബാറ്റൺ, പിന്നെ ഈ ലോങ് മൗണ്ട് ബാറ്റൺ, ഇവരുടെ 3 പേരുടെയും പേരുകളാണ് ഇതിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എങ്ങനെയാണ് ഇതിനെ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും വരവേൽക്കാൻ പോകുന്നത്? അല്ല, വിഭജനം ഇന്ത്യക്ക് മറക്കാനാവുന്നൊരു അധ്യായമല്ല. വിഭജനത്തെ ഓർമ്മിക്കാതെ നമുക്ക് ഇന്ത്യയെ ഓർമ്മിക്കാനാവില്ല. മാത്രമല്ല, ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ദുഃഖമാണ്. പിന്നെ അത് മറക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പലതും നമുക്ക് ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത അധ്യായങ്ങൾ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് പഠിക്കാൻ പാടില്ലാത്തതല്ല, അത് കൂടുതൽ പഠിക്കപ്പെടുകയാണ് വേണ്ടത്. നമ്മുടെ ചരിത്രത്തിൽ സന്തോഷിക്കാനുള്ളതിലേറെ, അഭിമാനം കൊള്ളാനുള്ളതിലേറെ പ്രധാനമാണ് ചരിത്രത്തിൻ്റെ പാഠങ്ങൾ, അരുതായ്മയുടെ പാഠങ്ങൾ, സംഭവിക്കാൻ പാടില്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മുടെ ചരിത്രത്തിൽ നിന്നും പഠിക്കേണ്ടത് ഉൾക്കൊണ്ട് തന്നെയാണ് വേണം മുന്നോട്ട് പോകാൻ. ഈ വിഭജനം ഒരു കാരണവശാലും, വിഭജനത്തിൽ നടന്ന കൂട്ടക്കൊലകൾ, ചോരച്ചാലുകൾ, കൂട്ടബലാത്കാരങ്ങൾ, വലിയ അരുതായ്മ, കൊള്ളകൾ, കൊള്ളിവെപ്പുകൾ, അഭയാർത്ഥി പ്രവാഹങ്ങൾ, പലായനങ്ങൾ, ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണത്. അപ്പോൾ അതുകൊണ്ട് അത് ഓർക്കാതിരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇപ്പോൾ നടന്ന ഏറ്റവും ഒടുവിൽ നടന്ന വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട വിവാദം നമ്മുടെ ഗവർണർ ഓഗസ്റ്റ് 14 വിഭജന ഭീകരതാ ദിനമായിട്ട് ആചരിക്കാൻ പറഞ്ഞു. അത് പക്ഷേ അദ്ദേഹം തന്നെ പിന്നീട് എനിക്ക് തോന്നുന്നു അത് വളരെ സമർത്ഥമായി അത് പിൻവലിച്ചതുപോലെയാണ്. കാരണം അദ്ദേഹം അത് പ്രസ് ചെയ്യാനൊന്നും പോയില്ല. അദ്ദേഹം ഒരു സർക്കുലർ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്ന നിലയിൽ യൂണിവേഴ്സിറ്റികൾക്ക് അയച്ചു. ചില യൂണിവേഴ്സിറ്റികൾ അത് VC-മാർ അത് ടേക്ക് ഓവർ ചെയ്ത് നടപ്പാക്കാൻ ശ്രമിച്ചു. അപ്പോൾ പലയിടത്തും എതിർപ്പുണ്ടായി. എന്തൊക്കെ പറഞ്ഞാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വലിയ വാശിയൊന്നും കണ്ടില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. ഓഗസ്റ്റ് 14 അത് വെച്ചത്. ആഗസ്റ്റ് 15 ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും, നമ്മളിപ്പോൾ മോദിജി വന്നതിന് ശേഷം ഇത് അമൃതോത്സവം കൂടിയാണ്. അത്ര ആഹ്ലാദകരമായൊരു ഉത്സവം രാജ്യത്തൊട്ടാകെ നടക്കുമ്പോൾ അതിൻ്റെ തലേന്ന് തന്നെ വേണമോ എന്നൊരു ചോദ്യം. അത് മാത്രമേ എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികളും അതാണ് ചോദിച്ചത്. കാരണം അത് സന്തോഷവേളയിലാണ്. നാലോചിച്ചു കല്യാണ വീട്ടിൽ ചെന്ന് അനുശോചന യോഗം നടത്തുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ്. അത് വേണ്ടിയിരുന്നില്ല. അതിപ്പോൾ അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. മാത്രമല്ല, വിഭജനത്തെ തീർച്ചയായിട്ടും വിഭജനം മറക്കണമെന്ന് ആരും പറഞ്ഞില്ല. സ്വാതന്ത്ര്യദിനത്തോട് ചേർന്ന് അതിൻ്റെ തലേന്ന് രാത്രി. അപ്പോൾ ഒരുപാട് അപകടങ്ങളുണ്ട്. ആഗസ്റ്റ് 14 വെക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥം? ആഗസ്റ്റ് 14 വിഭജന വിരുദ്ധം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 14 പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനമാണ്. പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അന്നും നമുക്ക് ഒരുമിച്ച് സ്വാതന്ത്ര്യം കിട്ടിയതാണല്ലോ. നമുക്കും ആഗസ്റ്റ് 14 ആക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ജ്യോതിഷികൾ പറഞ്ഞു നല്ല ദിവസമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ അന്ധവിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടൊരു ദിവസം വൈകിച്ചാണ് നമ്മൾ. അപ്പോൾ അതൊന്നും അത്ര നല്ല ഓർമ്മയല്ല. എന്തിനാണ് ഈ ആഗസ്റ്റ് 14 എന്നൊക്കെയുള്ള പ്രശ്നം. മാത്രമല്ല, ഇതിൽ ഈ പാകിസ്ഥാനെ മാത്രം ഈ ഒരു ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ തിളക്കത്തിൽ ഒരു സൂര്യപ്രഭയോടെ ലോകത്തിന് മുമ്പിൽ ഇന്ത്യ നിൽക്കുമ്പോൾ ഒരു കീടത്തെ പോലെ നമ്മുടെ കാൽ കീഴിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ നെഞ്ചത്ത് പോയി ചവിട്ടുന്നത് ഭാരതീയ സംസ്കാരത്തിന് നിരക്കുന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് ആണെന്ന് തോന്നുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഇറക്കിയൊരു കുറിപ്പ് കണ്ടു. അത് ഞങ്ങൾ പറഞ്ഞതല്ല, ഗവർണറുടെ അഭിപ്രായമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, വിഭജന ദിനം കൂടി ഓർക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു 4 കൊല്ലം മുമ്പ് പ്രധാനമന്ത്രി
പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് 14 വിഭജനം ഓർക്കേണ്ടതാണെന്ന്. അപ്പോൾ എന്താ വെച്ചാൽ പഴയ ന്യായങ്ങൾ കണ്ടെത്തുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പക്ഷേ NCERTയിലേക്ക് വന്നാൽ NCERT അത് പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത് അത്യന്തം സ്വാഗതാർഹമാണ്, ചെയ്യേണ്ടതുമാണ്. അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ആശങ്കയുണ്ട്. ന്യായം, കാരണം കോൺഗ്രസ് അത് ഒട്ടും, എന്താ കാര്യം എന്നറിയോ, വിഭജനത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും കോൺഗ്രസ്സാണ്. കാരണം എന്താ വെച്ചാൽ വിഭജനം, ആരാണ് വിഭജനത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദി? വിഭജനത്തിൻ്റെ ഒരു പാരമ്പര്യം എടുത്ത് നോക്കൂ. ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം കുറേ കൂടി കടന്നു പറയാം. ഇന്ത്യയിൽ വിഭജനത്തിൽ ഉത്തരവാദിത്തമില്ലാത്തൊരു പാർട്ടിയും ഇല്ല കേട്ടോ. അങ്ങനെ തന്നെ വേണം പറയാൻ. ഇപ്പോൾ ചരിത്ര വിദ്യാർത്ഥികൾക്ക് വിഭജനത്തിൻ്റെ ചരിത്രം, നമ്മളിപ്പോൾ NCERTയിലൊന്നുമല്ല നമ്മൾ പഠിച്ചത്, സാധാരണ സർക്കാർ സ്കൂളിലാണ്, അവിടെ തന്നെ പഠിപ്പിച്ചതും. പക്ഷേ വിഭജനത്തെക്കുറിച്ച് നമുക്കൊരു കൃത്യം ചിത്രമുണ്ട്. എല്ലാവരും ഈ കുളിമുറിയിൽ നഗ്നരാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി ഇന്ത്യയെ വിഭജിച്ചിട്ടൊരു രാജ്യം ഉണ്ടാക്കണം എന്ന് ആദ്യമായി പറഞ്ഞത് ഈ അല്ലാമ ഇക്ബാലാണ്. അലഹാബാദിൽ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ഒക്കെ കൂടി ചേർത്ത് ഇന്ത്യക്കകത്ത് തന്നെ ഒരു മുസ്ലിം സ്വതന്ത്ര രാജ്യം വേണം. ഇന്ത്യക്കകത്താണ്, വിത്തിൻ ഇന്ത്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ 1930 അല്ലാമ ഇക്ബാൽ, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, ആദ്യമായിട്ട് ഇന്ത്യ വിഭജനത്തിൻ്റെ ആശയം മുന്നോട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നത് എപ്പോഴാണെന്നറിയോ? 1937. അത് ഓർക്കണം നമ്മൾ. 37 ആരാ ഉന്നയിച്ചതെന്നറിയോ? ഇതേ കാര്യം ഉന്നയിച്ചത്, അല്ലെങ്കിൽ കുറേ കൂടി കടത്തി പറഞ്ഞത്, നമ്മൾ അങ്ങേയറ്റം ആദരിക്കുന്ന വീര സവർക്കറാണ്. ഹിന്ദു മഹാസഭയുടെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. 1937 ഓർക്കണം. അദ്ദേഹം പറഞ്ഞു, ഹിന്ദു രാഷ്ട്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഹിന്ദു രാഷ്ട്രം ലക്ഷ്യം വെക്കുമ്പോൾ മുസ്ലിങ്ങൾക്കൊരു വേറിട്ടൊരു രാജ്യം കൊടുക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞു 37. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിയുമ്പോഴാണ് മുസ്ലിം ലീഗിൻ്റെ ലാഹോർ സമ്മേളനം. അവിടെയാണ് പാകിസ്ഥാൻ പ്രമേയം, വിഭജന പ്രമേയം വരുന്നത് 1940. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഓരോ കണക്കെടുത്ത് നോക്കൂ. മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, പിന്നെ മുസ്ലിം ലീഗിൻ്റെ പാകിസ്ഥാൻ പ്രമേയം, ലാഹോർ പ്രമേയം. ഇനി മുസ്ലിം ലീഗ് ലാഹോറിൽ വെച്ച് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു, ശരിയാണ്. ആരൊക്കെയാണത് അംഗീകരിച്ചത് പിന്നീട്? ആദ്യം കോൺഗ്രസ് എതിർത്തു കേട്ടോ, ശക്തമായിട്ട് എതിർത്തു. മഹാത്മാഗാന്ധി അവസാനം വരെയും എതിർത്തു. പക്ഷേ ഒടുവിൽ മഹാത്മാഗാന്ധി അവരെ അംഗീകരിച്ചു. ആദ്യം അംഗീകരിച്ചത് ആരാണ്? ആദ്യം അംഗീകരിച്ചത്, കോൺഗ്രസിൽ നിന്ന് ആദ്യത്തെ പ്രസ്താവന വിഭജനത്തിന് അനുകൂലമായി വന്നത് C. രാജഗോപാലാചാര്യ. അദ്ദേഹം പറഞ്ഞു, എന്താ വിഭജിച്ചാൽ? അപ്പോൾ ഒരു ചിന്ത വന്നു, ജിന്നയെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റിയ ഒരു രാജ്യം വേറെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറെ കൂടി ക്ലീനായി, എളുപ്പമാണല്ലോ. അങ്ങനെ ഒരു ചിന്താഗതിയും വന്നു. ഒടുവിൽ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, മൗണ്ട് ബാറ്റനോട് പറയുന്നുണ്ട്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകം വായിച്ചു നോക്കൂ. മൗണ്ട് ബാറ്റനോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് അവരാരും ചെവിക്കൊള്ളുന്നില്ല, അവർക്ക് വിഭജനം മതി, ഇനി എനിക്ക് നിവൃത്തിയില്ല. മഹാത്മാഗാന്ധി കൂടി ഒപ്പിട്ട് വെച്ചപ്പോഴല്ല വിഭജനം ഉണ്ടാകുന്നത്. ഒറ്റ കാര്യം കൂടി ഓർത്താൽ മതി, വിഭജനം പ്രഖ്യാപിക്കുന്ന ആരാ? മൗണ്ട് ബാറ്റനാണ്. ഡിവൈഡ് ആൻഡ് റൂൾ ബ്രിട്ടീഷുകാരുടെ പോളിസിയാണ്. 1947 ജൂൺ മാസം 4-ാം തീയതി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് വിഭജനം. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അത് പ്രഖ്യാപിക്കുന്ന ആരാണ്? മൗണ്ട് ബാറ്റനാണ്. അന്ന് വൈകുന്നേരം AIRൽ 2 നേതാക്കൾ ഒരുമിച്ച് പ്രക്ഷേപണം നടത്തി രാജ്യത്തോട്, വിഭജനം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒന്ന് മുഹമ്മദ് അലി ജിന്നയായിരുന്നെങ്കിൽ മറ്റൊന്ന് ജവഹർലാൽ നെഹ്റുവാണ്. ഇതെല്ലാവരും ചേർന്ന് ഒടുവിൽ മഹാത്മാഗാന്ധിയെ കൊണ്ടുകൂടി സമ്മതിപ്പിച്ച് ഒപ്പുവെപ്പിച്ചിട്ടാണ് വിഭജനം നടക്കുന്നത്. അപ്പോഴും വിഭജനം അരുതാത്ത ഒന്നാണ് എന്ന് കോൺഗ്രസ്സിന് നല്ല ചിന്തയുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ വിഭജനത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് NCERT ഈ പാഠപുസ്തകം പഠിപ്പിക്കുന്നത്, ആ പാഠം പഠിപ്പിക്കാൻ എടുക്കുന്നത്, ഇപ്പോൾ അതിൻ്റെ ഏത് വെർഷനിലും ഇതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഹിന്ദു മഹാസഭയുടെയും സവർക്കറിൻ്റെയും ഒരു പാർട്ട് മാറ്റി വെച്ചിട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ബ്രിട്ടീഷുകാരും ചേർന്നുണ്ടാക്കിയതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചരിത്ര വിദ്യാർത്ഥികൾ അപ്പോഴും അതിനപ്പുറം കാണും. കാരണം ചരിത്രം ഇങ്ങനെ ഓപ്പൺ ആണല്ലോ, എല്ലാവർക്കും കാണാൻ. അപ്പം ഞാൻ പറയുന്നത്, വിഭജനം എന്തായാലും വിഭജനം ഓർക്കേണ്ടതാണ്. ഇനി വിഭജനം ഏറ്റവും കൂടുതൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ആരാന്നറിയോ? നമ്മളെക്കാൾ പാകിസ്ഥാനികളാണ്. ഒരു മതം പറഞ്ഞ് മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം ചോദിച്ചു വാങ്ങിയിട്ട് മതവും ഉണ്ടായില്ല, രാജ്യവും ഉണ്ടായില്ല. ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാൻ എവിടെയുണ്ട്? എത്ര പട്ടാള അട്ടിമറികളാണ്! ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യമായി പാകിസ്ഥാൻ മാറി. സുസ്ഥിരമായൊരു ഭരണകൂടം അവിടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാവാൻ പാടില്ല എന്ന് ബംഗ്ലാദേശ് തെളിയിച്ചു 71-ൽ. ഇപ്പോൾ അവശിഷ്ട പാകിസ്ഥാനിൽ എന്താ ഉള്ളത്? അവശിഷ്ട പാകിസ്ഥാനിൽ പാകിസ്ഥാൻ മാത്രമില്ല. ഉള്ളത് എന്താണെന്നറിയോ? ബലൂചിസ്ഥാനുണ്ട്, സിന്ധുസ്ഥാനുണ്ട്, അവിടെ പഞ്ചാബുണ്ട്,
കാശ്മീർ ഉണ്ട്, പഷ്തൂണിസ്ഥാൻ ഉണ്ട്, ഒക്കെ ഉണ്ട്, പാകിസ്ഥാൻ മാത്രമില്ല. അതുകൊണ്ട് വിഭജനം പഠിക്കേണ്ടതാണ് എന്ന് ലോകത്തോട് ഏറ്റവും കണ്ണീരോടെ പറയുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ കൂടിയാണ്. അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. വിഭജനം പഠിപ്പിക്കേണ്ടതാണ്. പഠിപ്പിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഒരു പുതിയ കാലത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലുമൊക്കെ തലയിൽ ചാർത്തി വെച്ചിട്ട് അവനെ ഒറ്റപ്പെടുത്തി കളയാമെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ചരിത്രം അത്ര വിപുലമാണ്. അത് ചരിത്രത്തിൻ്റെ ആകാശം നമ്മുടെ കുട്ടികൾ സ്വതന്ത്രമായ മനസ്സോടുകൂടി കാണുമ്പോൾ സത്യസന്ധമായിട്ട് കാണട്ടെ, പഠിക്കട്ടെ. NCERTയുടെ ആ നിലപാടിനെ നമുക്ക് സ്വാഗതം ചെയ്യാം.